to another episode of Paperboat. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതൊരു ജങ്ക് ജേണലാണ്. അപ്പോൾ ജങ്ക് ജേണലിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒരു മൈൻഡ് അപ്പ് ജേണലിനാണ്. എന്നുവെച്ചാൽ പ്രത്യേകിച്ചൊരു തീമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ടൈപ്പാണോ നല്ലതെന്ന് തോന്നുന്നു ആ രീതിയിൽ നമുക്ക് എന്താണോ തോന്നുന്നത്, നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും ചിന്തിക്കരുത്, ഓവർ തിങ്ക് ചെയ്യേണ്ട, സ്ട്രെസ് ചെയ്യേണ്ട, അങ്ങനെ ചെയ്യുന്നൊരു ജേണലാണ് മൈൻഡ് അപ്പ് ജേണൽ. ഈ മൈൻഡ് അപ്പ് ജേണൽ അല്ലെങ്കിൽ റിലാക്സേഷൻ ജേണൽ ചെയ്യുന്നതിൻ്റെ തന്നെ മെയിൻ ഒരു എയിം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിലുള്ള എല്ലാ സ്ട്രെസ്സുകളും മാറ്റി നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരർത്ഥത്തിലാണ്. നമുക്ക് എല്ലാവർക്കും ചെറുപ്പം മുതൽ സ്റ്റിക്കേഴ്സ് എല്ലാം വെച്ച് കളിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാരും അങ്ങനത്തെ പരിപാടിക്കൊന്നും പോവില്ല. അപ്പോൾ നമ്മളെ കയ്യിൽ കുറച്ച് സ്റ്റിക്കേഴ്സോ കളേഴ്സോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് വെച്ച് നമ്മളൊരു പേജ് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു ജേണലാണ് ഈ മൈൻഡ് അപ്പ് ജേണൽ. അപ്പോൾ ഞാൻ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച കുറച്ച് സ്റ്റിക്കേഴ്സും അതുപോലെ കുറച്ച് ഫ്രെയിംസ് എല്ലാം കയ്യിലുള്ളതുകൊണ്ട് അത് വെച്ചിട്ട് ഒരു ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനൊരു വീഡിയോ എടുക്കുകയാണല്ലോ, അപ്പോൾ വെറുതെ ഒന്നും ചെയ്യാതെ കുറച്ചെന്തെങ്കിലും ഭംഗിയാക്കാം, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ കയ്യിൽ നിന്ന് പോയി പോകണ്ടെന്ന് കരുതി ഞാൻ വാഷി ടേപ്പ് ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ അവരുടെ ഒരു ജേണൽ ഇൻസ്പയർ ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി പോലെയാണ് ചെയ്യുന്നത്. കോപ്പിയല്ല, അതിൽ അവരെന്തൊക്കെയോ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ അടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ജേണൽ ചെയ്യാതിരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് വേണ്ട ഫ്രെയിംസും സ്റ്റിക്കേഴ്സും അതുപോലെ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ട്വീസേഴ്സ് മുതൽ എല്ലാ സംഭവങ്ങളും ആദ്യം തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് പുറത്തെടുത്ത് വെച്ചു. എന്നിട്ട് ജേണൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആ മെസ് ഫ്രീ ആക്കാതെ ജേണൽ ചെയ്യാം. മറ്റത് കുറേ സ്റ്റിക്കേഴ്സ് എല്ലാം പരത്തിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാം, പക്ഷേ എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് സ്റ്റിക്കേഴ്സ് എല്ലാം എടുത്തിട്ടാണ് ജേണൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച പോലെ ഞാൻ വാഷി ടേപ്പ് ഷോപ്പിൻ്റെ ഇൻസ്പയർ ചെയ്ത ഒരു ജേണലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അവർ കൊടുത്തിരുന്നത് ഫ്രെയിം, അതിൻ്റെ പുറത്തൊരു ലേഡി ആൻഡ് 2 കാർ, പിന്നെ എന്തോ ബാക്ക്ഗ്രൗണ്ടിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഗ്രീൻ കളർ ഇങ്ക് വെച്ചിട്ട് ടാപ്പ് ചെയ്തിട്ടൊരു സംഭവമാണ്. അതെൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ അതിന് പകരം പേപ്പർ കീറി ഒട്ടിക്കുകയാണ് ചെയ്തത്, ഒരു വിൻറ്റേജ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു വിൻറ്റേജ് വൈബ് ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ എല്ലാത്തിനും ഒരു ബ്രൗണിഷ് ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് എടുത്തത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിച്ച പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ. ട്വീസേഴ്സ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വയലറ്റ് കളർ സ്റ്റിക്കേഴ്സ് എല്ലാം നമ്മൾ ഒട്ടിക്കാൻ എടുക്കുന്ന സാധനം. അപ്പോൾ ഈ ട്വീസേഴ്സ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താ അറിയോ, ഈ സംഭവം നമ്മൾ ശരിക്കും എന്തിനാണ് വാങ്ങിക്കുന്നത്? വീഡിയോസിലൊക്കെ കാണുമ്പോൾ നല്ല ലുക്ക് കിട്ടാൻ എന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം നമ്മൾ സാധാരണ സ്റ്റിക്കേഴ്സ് എടുക്കുന്ന പോലെ കൈകൊണ്ട് എടുത്ത് അതിൻ്റെ ഒരു സൈഡ് തുറന്ന് വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ട്വീസേഴ്സ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഞാനിനി യൂസ് ചെയ്യുന്നത് റോങ് വേ ആയതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ വീഡിയോസിലെല്ലാവരും ഇവരിത് യൂസ് ചെയ്യുന്നത് നല്ല ഭംഗിയിലാണ് കാണാറ്. ആക്ച്വലി ട്വീസേഴ്സ് എനിക്കത്ര യൂസ്ഫുള്ളായി തോന്നിയിട്ടില്ല. പിന്നെ സ്റ്റിക്കേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ലതാണ്. എനിക്കിനി ഇതിലേക്ക് കുറച്ച് ഡച്ച് കൾച്ചർ പോലത്തെ ഡ്രസ്സിങ്ങുള്ള ലേഡീസിൻ്റെ ഫോട്ടോസും സ്റ്റിക്കേഴ്സും കൂടെ വേണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് പർച്ചേസിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എന്തായാലും നമ്മളെ ഡം ജേണൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം,
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനലിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നമുക്കൊരു നല്ല യൂട്യൂബ് ചാനലാക്കിയെടുക്കണം, നല്ലൊരു കമ്മ്യൂണിറ്റി ആൻഡ് ഫാമിലി ആക്കി എടുക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.